ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ESG ഇൻവെസ്റ്റിംഗ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ESG ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവർണൻസ് ഇൻവെസ്റ്റിംഗ് എന്നാണ്. നമ്മൾ എന്ത് കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ ഇടുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ലഭിച്ചാൽ മാത്രമേ അതിന് ലാഭകരം എന്ന് പറയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ്, ഒരു ഷെയർ വാങ്ങിക്കുകയോ ബോണ്ട് വാങ്ങിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 100 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ 101 രൂപയെങ്കിലും കിട്ടിയാലേ നമ്മൾ അതിന് ലാഭകരം എന്ന് പറയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോവാണ്, നമ്മുടെ നോളജ് ബേസ് ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഫീസിനേക്കാളും കൂടുതൽ നമുക്ക് സാലറി കിട്ടുന്ന ഒരു ജോലി കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ നമ്മൾ ആ കോഴ്സിനെ ലാഭകരം എന്ന് പറയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഫൈനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും. ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയെ കുറിച്ച് നമ്മൾ സാധാരണ പഠിക്കും. ഇവർക്ക് എത്ര കടമുണ്ട്, ഇവർ എത്ര ലാഭം ഉണ്ടാക്കുന്നുണ്ട്, ഇവർക്ക് വരവ് ചെലവ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ കമ്പനീനെ വാല്യൂ ചെയ്തിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൊള്ളാമോ ഇല്ലയോ എന്ന് നോക്കുന്നത്. പക്ഷേ ESG ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ലാഭവും നഷ്ടവും മാത്രമല്ല നോക്കുന്നത്, വേറെ 3 കാര്യങ്ങളോട് നമ്മൾ നോക്കാറുണ്ട്. എൻവയൺമെന്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കമ്പനി എൻവയൺമെന്റലി പൊല്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്നുണ്ടോ, ഇവർക്ക് എൻവയൺമെന്റൽ എക്സ്റ്റേണാലിറ്റീസിനെ പറ്റി അറിയാമോ, ഇവർ എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്, എനർജി എഫിഷ്യൻ്റ് ആയിട്ടാണോ കാര്യങ്ങൾ നടത്തുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കും. സോഷ്യൽ എന്ന് പറയുമ്പോൾ ഈ കമ്പനി ഇവരുടെ എംപ്ലോയീസിനെ എങ്ങനെയാണ് നോക്കുന്നത്, നല്ല ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ടോ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടക്കുന്നുണ്ടോ, ഇവരുടെ പ്രൊഡക്ട്സും സർവീസസും സൊസൈറ്റിക്ക് നല്ലതാണോ ദോഷമായിട്ടാണോ പ്രവർത്തിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. ഗവേണൻസ് ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അവർ ഇന്റേണലി എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ, അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ പല കാര്യങ്ങളാണ് നോക്കുന്നത്. ഈ 3 കാര്യങ്ങളും പിന്നെ സാധാരണ നമ്മൾ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഫൈനാൻഷ്യൽ വാല്യുവേഷൻ ടൂൾസും കൂടെ ചെയ്തിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിംഗിനെയാണ് ESG ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെ പല പേരുകൾ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. സസ്റ്റൈനബിൾ ഇൻവെസ്റ്റിംഗ് എന്നും, ഇമ്പാക്ട് ഇൻവെസ്റ്റിംഗ് എന്നും, സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റിംഗ് എന്നും, അങ്ങനെ പല പേരുകളും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമല്ല. പണ്ട് മുതലേ മെത്തഡിസ്റ്റ് എന്ന് പറയുന്ന റിലീജിയസ് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവർ ചില ബിസിനസ്സുകളിൽ അവരുടെ ഫോളോവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ടൊബാക്കോ ആയാലും ആൽക്കഹോൾ ആയാലും അങ്ങനെയൊക്കെ. ഇസ്ലാമിന്റെ ഷെറിയെ നമ്മൾ പറയുന്നുണ്ട് ചില ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് ഇത് ESG ഇൻവെസ്റ്റിംഗ് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വന്നിട്ട് കുറച്ചധികം കാലങ്ങളൊന്നും ആയിട്ടില്ല. 2005 ഇത് ആദ്യം വരുന്നത്. അന്നത്തെ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ ആയ കോഫി അനൻ അദ്ദേഹം മേജർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാം ഒരു ലെറ്റർ അയച്ചു, നിങ്ങൾ ESG ഫൈനാൻസിങ്ങും കൂടെ ക്യാപിറ്റൽ മാർക്കറ്റ്സിലേക്ക് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2005 ഒരു റിപ്പോർട്ടിലാണ് ESG എന്ന വാക്ക് കോയിൻ ചെയ്യപ്പെടുന്നത്. നമുക്ക് ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസിലേക്ക് നോക്കാം. ഒരാളെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് പോസിറ്റീവ് ആസ്പെക്ട് ആണോ നെഗറ്റീവ് ആസ്പെക്ട് ആണോ എന്ന് നമ്മൾ നോക്കണമല്ലോ. മാർക്കറ്റിൽ രണ്ടും പറയുന്നുണ്ട്, മോശവശങ്ങളും നല്ല വശങ്ങളും ഇതിനുണ്ട് എന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഒരു കമ്പനിയുടെ വാല്യൂ കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലാഭത്തിലായിരിക്കണം, ആൾക്കാർക്ക് അതിനെക്കുറിച്ച് നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഫേം വാല്യൂ കൂടത്തുള്ളൂ. നല്ല വശമായിട്ട് നമുക്കിപ്പോൾ ഏഷ്യൻ പെയിന്റ്സിന്റെ കാര്യം കൺസിഡർ ചെയ്യാം. കോവിഡ് സമയത്ത് അവർ എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് കൂട്ടുകയാണ് ചെയ്തത്. സാലറി ഹൈക്ക് കൊടുത്തു, അവരുടെ ഫാമിലിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് കൊടുക്കാനായിട്ട് പല പ്രൊവിഷൻസും കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എംപ്ലോയീസിന്റെ ലോയൽറ്റി കൂടും, കസ്റ്റമേഴ്സിനും ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും ആ കമ്പനിയെ പറ്റി. അപ്പോൾ ആ കമ്പനിയുടെ ഫേം വാല്യൂ കൂടും. അപ്പോൾ വാല്യൂ ബേസ്ഡ് ആണെങ്കിൽ പോലും ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആ കമ്പനിക്ക് കാണുവാനായി. അതേസമയം നമ്മൾ ITC എന്ന് പറഞ്ഞ കമ്പനി എടുക്കുകയാണെങ്കിൽ ITCയുടെ പ്രോഡക്ട്സ് നമുക്കറിയാം. നമ്മളൊരു ചെറിയ കടയിൽ ചെന്നാലോ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലോ പുസ്തകം മുതൽ ബിസ്ക്കറ്റ് മുതൽ എല്ലാ പ്രോഡക്ട്സും ഉള്ളതാണ്. പക്ഷെ അവർക്ക് മാർക്കറ്റിൽ ഒരു ചെറിയ മോശമായിട്ടുള്ള ഒരു പേരുണ്ട്. ഒന്നുകൊണ്ടുമല്ല, അവരുടെ മാക്സിമം പ്രോഫിറ്റ് വരുന്നത് അവരുടെ ടൊബാക്കോ പ്രോഡക്ട്സ് എന്നാണ്. അപ്പം അത് സൊസൈറ്റിക്ക് മോശമായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അത്ര അധികം വാല്യൂ ചെയ്യുന്നില്ല. പക്ഷേ ആ കമ്പനി പോലും അവരുടെ ലാഭം നല്ലോണം ടൊബാക്കോ എന്നാണ് വരുന്നെങ്കിൽ പോലും ഇപ്പം പല വേറെ കാര്യങ്ങളിലോട്ടും ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. മാത്രമല്ല അവർ CSR ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ അവർക്ക് ലാഭമാണെങ്കിൽ പോലും അത് മാറ്റി വെച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ പുതിയ ESG അല്ലെങ്കിൽ ESG കംപ്ലയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കമ്പനീസ് പോലും ഒരു ചേഞ്ചിങ് ഫേസിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ശരിക്കും ESGയുടെ വളർച്ചയുടെ ഒരു തുടക്കഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 2005 ഇത് കൊണ്ടുവന്നപ്പോൾ മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരുന്നു ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നത്. പല കമ്പനികളും പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും വാല്യൂ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെയോ NGOയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കമ്പനികൾക്ക് ലാഭം മാത്രം അല്ലെങ്കിൽ പൈസ മാത്രമാണ് നോക്കുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ ആ കമ്പനീസ് തന്നെ ഷെല്ല് പോലുള്ള വലിയ കമ്പനീസ്, ഓയിൽ ബേസ്ഡ് കമ്പനീസ് പോലും ESGയിൽ ഒരുപാട് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം കാലം മാത്രമേ പറയുള്ളൂ നല്ലതാണോ മോശമാണോ എന്നുള്ളത്. എന്തായാലും ESGയുടെ ഒരു ഓവർവ്യൂ മാത്രമാണിത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാം. സോ ഹോപ്പ് യു എൻജോയ് ദി വീഡിയോ ആൻഡ് താങ്ക് യു.